സ്റ്റൈലിംഗ് എ പേജ് യൂസിംഗ് തീംസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു തീംസ്, ഫൈൻഡിംഗ് തീംസ്, ഇൻസ്റ്റാളിംഗ് എ ബേസിക് തീം എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. താങ്കളുടെ ഇച്ഛാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ Drupal വെബ്സൈറ്റ് നാം ആഗ്രഹിക്കുന്ന ഏതു രീതിയിലും കാണാവുന്നതാണ്. ഇവിടെ പലതരത്തിലുള്ള Drupal സൈറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ ലുക്കും ഫീലും കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അവ തികച്ചും വ്യത്യസ്തമാണ്. ഇത് തീമിനെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങളുടെ Drupal സൈറ്റ് ആഗ്രഹിക്കുന്ന ഏതു രീതിയിലാക്കുവാനും തീമിന് സാധിക്കുന്നതാണ്. ഇവിടെ തീമിനെ കുറിച്ച് ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ. നമുക്ക് തീംസ് പല സ്ഥലത്തു നിന്നും ലഭ്യമാണ്. Drupal.org എന്നതിൽ നമുക്ക് ഫ്രീ തീംസ് ഉണ്ട്. ഇത് കോൺട്രിബ്യൂട്ടഡ് തീംസ് എന്ന് അറിയപ്പെടുന്നു. പല വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും നമുക്ക് തീംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടേതായ ആർട്ടിസ്റ്റീർ പോലുള്ള തീമുകൾ artisteer.comൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. സ്ക്രാച്ചിൽ നിന്നും ഉണ്ടാക്കാം. Drupal.org/project/theme എന്നതിൽ കോൺട്രിബ്യൂട്ടഡ് തീംസ് കണ്ടെത്താം. ബ്ലോക്ക് റീജിയൻസ് എല്ലാം നിർണ്ണയിക്കുന്നത് തീം ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ ബ്ലോക്സ് എവിടെയാണോ സ്ഥാപിക്കുവാൻ കഴിയുക എന്നുള്ളത് തീമിംഗ് പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ശരിയായ ഒരു റീജിയൻ ഇല്ല എങ്കിൽ തീം ഇഷ്യൂ ആണ്, ബ്ലോക്ക് ഇഷ്യൂ അല്ല. തീമിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് സൗജന്യമായ വിചിത്രമായ തീമുകൾ Drupal.org എന്നതിൽ നിന്നും ലഭിക്കും. Drupal.org/project/themes എന്നതിലേക്ക് പോകുക. Drupalനു ലഭ്യമായ ചില തീമുകളെ പറ്റി നമുക്ക് നോക്കാം. മൊഡ്യൂൾ എന്ന ട്യൂട്ടോറിയൽ ഓർമ്മിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന Drupal വേർഷന്റെ കോർ കോമ്പാറ്റിബിലിറ്റി അനുസരിച്ച് അത് ഫിൽറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 2205 തീമുകൾ ഉണ്ട്. നമ്മൾ Drupal 8 എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിന്റെ എണ്ണം വർദ്ധിച്ചതായി കാണുമായിരിക്കും. പുതിയ തീം ആഡ് ചെയ്യുന്നതോടെ തീമുകൾ എങ്ങനെ കണ്ടെത്താമെന്നും പരിശോധിക്കാമെന്നും നമുക്ക് നോക്കാം. ഇത് മൊഡ്യൂൾസിന് സമാനമാണ്. Drupal.org എന്നതിൽ നിന്നും നമുക്ക് തുടങ്ങാം. നമ്മൾ കോർ കോമ്പാറ്റിബിലിറ്റിക്ക് അനുസരിച്ച് ഫിൽറ്റർ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായി മോസ്റ്റ് ഇൻസ്റ്റാൾഡ് എന്ന രീതിയിൽ തരംതിരിക്കപ്പെടുന്നു. ഈ പോയിന്റിൽ അഡാപ്റ്റീവ് തീം ആണ് ഒന്നാമതായി ഉള്ളത്, ബൂട്ട്സ്ട്രാപ്പ് രണ്ടാമതായും. നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൽ ക്ലിക്ക് ചെയ്യാം. മൊഡ്യൂൾ ട്യൂട്ടോറിയലിൽ DMV വിശദീകരിച്ചത് ഓർമ്മിക്കുക. ഇത് അതിന് സമാനമാണ്. നിങ്ങൾ ഡോക്യുമെന്റേഷൻ ആദ്യം വായിക്കണം. പിന്നീട് മെയിന്റെയിനേഴ്സ് ചെക്ക് ചെയ്യണം. വേർഷൻസ്, പ്രൊജക്ട് ഇൻഫർമേഷൻസ് എന്നിവ നോക്കുക. ഈ തീം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് Drupal 8x 3.0 ആൽഫ 1 വേർഷൻ ആണ്. ഇവിടെ ഡെവലപ്മെന്റ് വേർഷൻ കൂടി ഉണ്ട്. പിന്നീട് ഈ തീമിന്റെ Drupal 8 വേർഷൻ മുകളിൽ പച്ചയിൽ കാണാം. ഒരു കോൺട്രിബ്യൂട്ടഡ് തീമിന് പല ഫ്ലേവേഴ്സ് ആകാം. വ്യത്യസ്തമായ 3 തരത്തിലുള്ള തീമുകൾ ആണ് ഉള്ളത്. ഒരു പോയിന്റിലേക്ക് കോൺഫിഗർ ചെയ്യാവുന്ന സിമ്പിൾ കോൺട്രിബ്യൂട്ടഡ് തീം നമുക്ക് ആകാം. ബൂട്ട്സ്ട്രാപ്പ് അല്ലെങ്കിൽ സെൻ പോലുള്ള സ്റ്റാർട്ടർ തീമുകളും ആവാം. നിങ്ങളുടെ CSS സ്ഥാപിക്കുവാൻ ഇത് ഒരു ബ്ലാങ്ക് സ്ക്രീനും ചെറിയ ഫ്രെയിംവർക്കും നൽകുന്നു. മുകളിൽ അഡാപ്റ്റീവ് തീമിന്റേതുപോലെ സബ് തീമുകൾ ഉണ്ടാക്കുവാനുള്ള ബേസ് തീമും ആകാവുന്നതാണ്. പക്ഷേ ഇവിടെ നിയമങ്ങൾ ഒരേപോലെയാണ്. ഡോക്യുമെന്റേഷൻ, മെയിന്റെയിനേഴ്സ്, വേർഷൻസ് എന്നിവ നോക്കുക. നമ്മൾ ഒരു കോൺട്രിബ്യൂട്ടഡ് തീം ഇൻസ്റ്റാൾ ചെയ്യും. നമുക്ക് Drupal.org/project/zircon എന്നതിലേക്ക് പോകാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇത് ഒരു നല്ല തീം ആണ്. ഇത് പ്രത്യേകിച്ച് Drupal 7, Drupal 8 എന്നിവയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് പല സൈറ്റുകളിലും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ തീം ഉപയോഗിക്കുന്നു എന്തെന്നാൽ ഇത് ഇന്നത്തെ Drupal 8ന് അനുയോജ്യമാണ്. tab.gz എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ ലിങ്ക് കോപ്പി ചെയ്യുക. ഇത് മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സമാനമാണ്. നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് തിരിച്ചു പോകാം. അപ്പിയറൻസ്, ഇൻസ്റ്റാൾ ന്യൂ തീം എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മൊഡ്യൂൾസിന്റേതുപോലുള്ള അതേ രീതി.
നമുക്ക് ഈ URL പേസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഈ തീം നമ്മുടെ വെബ് സെർവറിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെട്ടു. നമുക്ക് അത് റൺ ചെയ്ത് ഓൺ ചെയ്യാം. ഇൻസ്റ്റാൾ ന്യൂലി ആഡഡ് തീംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. നിങ്ങൾക്ക് സിർക്കോൺ കാണാം. A flexible, recallable theme with many regions and a responsive mobile-first layout. Install and set as default എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. നമ്പർ 1, ഒരു പുതിയ തീം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടന്റിനെ ബാധിക്കില്ല. നമ്പർ 2, നമുക്ക് നമ്മുടെ ബ്ലോഗ് പുനഃസ്ഥാപിക്കേണ്ടതായി വരും. നമുക്ക് സെറ്റിംഗ്സിനെ പറ്റി വേഗത്തിൽ നോക്കാം. സെറ്റിംഗ്സ് എന്ന വേർഡിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സിർക്കോണിൽ നോർമൽ ടോഗിൾ ഡിസ്പ്ലേ ഉണ്ട്. ഷോർട്ട്കട്ട് ഐക്കൺ കൂടിയുണ്ട്. ഒരിക്കൽ കൂടി, നിങ്ങൾ ലോഗോ അപ്ഡേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഗ്ലോബൽ സെറ്റിംഗ്സിനു താഴെയാണ്. ലോഗോ ഇമേജ് സെറ്റിംഗ്സ്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സൈറ്റിലേക്ക് പോകുക. ഇതാണ് സിർക്കോൺ. തികച്ചും ഫ്ലെക്സിബിൾ ആയ, ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശക്തമായ ദ്രുബലിന്റെ തീം. നമുക്ക് സ്ട്രക്ചർ, ബ്ലോക്സ് എന്നിവ കൂടി നോക്കാം. ഡെമോൺസ്ട്രേറ്റ് ബ്ലോക്ക് റീജിയൻസ് ഫോർ സിർക്കോൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ധാരാളം ബ്ലോക്ക് റീജിയൻസ് കാണാം. ഒരു ഹെഡർ റീജിയൻ. മെയിൻ മെനുവിലെ മെയിൻ മെനു ബ്ലോക്ക് റീജിയനിലേക്ക് പോകണം. കാരണം അതിന് ശരിയായ ഫോർമാറ്റിംഗ് ലഭിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ വ്യൂ സ്ലൈഡ് ഷോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ലൈഡ് ഷോ റീജിയൻ ഉണ്ട്. ഒരു ഫീച്ചർഡ് ബ്ലോക്ക് റീജിയൻ. ഹെൽപ്പ്, sidebar first, sidebar second, content, panel first, panel second, column 1, 2, 3, 4, പിന്നെ ഒരു footer region കൂടി. ശ്രദ്ധിക്കുക, ഡിഫാൾട്ട് തീമിലെ ചില റീജിയൻസ് ഇവിടെ ലഭ്യമല്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം. ഹെഡർ റീജിയനിൽ ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് പവേർഡ് ബൈ ദ്രുബൽ ബ്ലോക്ക് കൊടുക്കേണ്ട ഫൂട്ടർ റീജിയൻ ഇവിടെ നിലനിൽക്കുന്നില്ല. നമ്മൾ ഫൂട്ടറിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അത് ഹെഡറിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. നമുക്ക് ഹെഡറിൽ നിന്നും സ്റ്റാറ്റസ് മെസ്സേജ് എടുത്ത് മെസ്സേജസ് എന്നതിലേക്ക് കൊടുക്കാം. ഫൂട്ടറിനു താഴെയായി വീണ്ടും ഫൂട്ടർ മെനു കൊടുക്കാം. നമ്മൾ സെർച്ച്, സൈറ്റ് ബ്രാൻഡിംഗ്, യൂസർ അക്കൗണ്ട് മെനു എന്നിവ അതേപോലെ വിടുന്നു. പ്രൈമറി മെനു തെറ്റായ സ്ഥാനത്താണ്, പക്ഷെ നമുക്ക് അത് പെട്ടെന്ന് നോക്കാം. സേവ് ബ്ലോക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൈറ്റിലേക്ക് തിരിച്ചു പോകാം. മെയിൻ മെനു ഇപ്പോൾ കാണപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാം. എന്തെന്നാൽ പ്രൈമറി മെനു തീമിനുള്ളിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മെയിൻ നാവിഗേഷൻ എടുത്ത് മെയിൻ മെനുവിലേക്ക് മാറ്റുന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നമുക്ക് വേഗത്തിൽ നോക്കാം. നമ്മുടെ കണ്ടന്റ് ഏരിയയിൽ നമുക്ക് ഹെൽപ്പ് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഹെൽപ്പ് എന്നതിൽ കൊടുക്കാം. പേജ് ടൈറ്റിൽ, പ്രൈമറി അഡ്മിൻ ആക്ഷൻസ്, പേജ് ടാബ്സ് എന്നിവ ശരിയാണ്. സൈഡ് ബാർ ഫസ്റ്റ്, വെൽക്കം ടു ദ്രുബൽവിൽ, ബുക്ക് നാവിഗേഷൻ, റീസെന്റ് ഇവന്റ്സ് ആഡഡ്, ടൂൾസ് എന്നിവ. നമുക്ക് ടൂൾസ് മെനു എടുത്ത് അത് സൈഡ് ബാർ സെക്കൻഡ് എന്നതിന്റെ ഉള്ളിലേക്ക് കൊടുക്കാം. നമ്മൾ ഇത് മുന്നേ ചെയ്തിട്ടില്ല. ഇവിടെ 4 പാനൽ റീജിയൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മെനു മെയിൻ മെനു ബ്ലോക്ക് റീജിയൻസ് എന്നതിൽ ശരിയായി സ്ഥാപിച്ചിട്ടുണ്ട്. CSS തിരഞ്ഞെടുത്ത് അത് ചില ഷെയ്ഡിങ്ങും കളറിങ്ങോടും കൂടിയ നല്ല ഒരു ഇൻലൈൻ മെനു ഉണ്ടാക്കാം. ബുക്ക് നാവിഗേഷൻ, റീസെന്റ്ലി ആഡഡ് ഇവന്റ്സ് എന്നിവ അവശേഷിക്കുന്നു. ടൂൾസ് എന്നത് വലതുവശത്താണ്. വീണ്ടും സൈഡ് ബാർ ഫസ്റ്റ്, സൈഡ് ബാർ സെക്കൻഡ് എന്നിവ. എല്ലാ കണ്ടന്റുകളും ഇപ്പോൾ മധ്യഭാഗത്താണ്. കുറച്ചു കാര്യങ്ങൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. നാം നമ്മുടെ തീം മാറ്റി. കണ്ടന്റ് ഒഴികെ എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് പുതിയ ഫോണ്ട്സ്, പുതിയ ഫോണ്ട് സ്റ്റൈൽ, പുതിയ H3 ടാഗ്സ്, പുതിയ ബ്ലോക്ക് റീജിയൻസ്, ലേഔട്ട്, പുതിയ ഫൂട്ടർ ഏരിയ എന്നിവ കിട്ടിയിട്ടുണ്ട്. നാം നമ്മുടെ കണ്ടന്റും നമ്മുടെ കണ്ടന്റിന്റെ ശരിയായ ലേഔട്ടും മാറ്റിയിട്ടില്ല. പക്ഷേ അത് മാറ്റുവാൻ നമുക്ക് പാനൽസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫീഡ്സ് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവ drupal.orgൽ നിന്നും ലഭിക്കുന്ന ആഡ് ഓൺ മൊഡ്യൂൾസ് ആണ്. തീംസ് വളരെ വിചിത്രമാണ്. ഇത് വളരെ ലളിതമായ ഒരു തീം ആണ്.
വളരെ സങ്കീർണമായ തീമുകളും നമുക്ക് Drupalൽ നിന്ന് ലഭ്യമാണ്. നിങ്ങൾക്ക് drupal.org/project/themes എന്നതിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ ലഭ്യമായ ചില Drupal 8 തീംസുകളെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില തീമുകൾ തിരഞ്ഞെടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇത് തീമുകളെ കുറിച്ച് പഠിച്ച് നിങ്ങളുടെ സൈറ്റിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു ഡിസൈനും നിങ്ങൾക്ക് കണ്ടെത്താം. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഇൻട്രൊഡക്ഷൻ ടു തീംസ്, ഫൈൻഡിംഗ് തീംസ്, ഇൻസ്റ്റാളിംഗ് എ ബേസിക് തീം എന്നിവയാണ്. ഈ വീഡിയോ Acquia, OS ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് IIT ബോംബെയിലെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് പുതുക്കി നിശ്ചയിച്ചു. ഈ ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ദയവായി ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുത്തത് NMEICT, Ministry of Human Resource Development, NVLI, Ministry of Culture, Government of India. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.